ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. നമുക്ക് സീക്കോൺ വെച്ചിട്ടൊരു സീക്കോൺ മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിന് എല്ലാം നടത്തിയെടുക്കുക. വേവിച്ചതാണ്, ഇനി വേവിക്കേണ്ട ആവശ്യമില്ല, വേവിച്ചത് വാങ്ങിയതാട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ എല്ലാ സീക്കോൺ നമ്മളെടുത്ത് വെച്ച് നമുക്കൊരു ബട്ടർ വെച്ചിട്ട് അതൊന്ന് ഉണ്ടാക്കാം. തീ നല്ലോ നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം ബട്ടർ ഇടാൻ. ചെറിയ ബട്ടറാണ്, അത് മതി, ഒന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അത് ഫുള്ളതിലിട്ടിട്ട് സീക്കോൺ നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ. സീക്കോണൊക്കെ അതിലേക്ക് ഇട്ടെടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ആ ബട്ടറൊക്കെ ഒന്ന് നമ്മൾ അതിലേക്കാക്കി ഇളക്കി എടുത്ത് ഇളക്കിയെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സീക്കോൺ മസാല നമുക്ക് നല്ല ടേസ്റ്റിയായൊരു മസാല ആണ് കേട്ടോ. അപ്പം നമുക്ക് ബട്ടറൊക്കെ ഒന്ന് അതിൽ പിടിക്കുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു നുള്ളുപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ. ഒരു 1/4 സ്പൂണ് മതി, കുറച്ചല്ലേ ഉള്ളൂ, ഒന്നല്ലേ ഉള്ളൂ, അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതേമാതിരി നമുക്കൊരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് അതിൽ ആ മഞ്ഞ അതിൻ്റെ മണമൊക്കെ ഒന്ന് പോണ വരെ ഇളക്കിയെടുത്ത് ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂണ് മുളക് പൊടി ലേശം മതി, ചെറിയൊരു എരിവ്, മറ്റു കുട്ടികൾക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ. കുട്ടികൾക്ക് എരിവ് അധികം വേണ്ട, എരിവ് ആവശ്യമുള്ളവർക്ക് അധികം ഇടാം കേട്ടോ. നമുക്ക് മക്കൾക്ക് കഴിക്കാനുള്ളതാണ്, അപ്പോൾ ഓവർ എരിവൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് ഞങ്ങൾ വേവിച്ചത് വാങ്ങിയതാണ്, വല്ലാത്തതാണ് നമ്മളൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വേവിച്ചത് വാങ്ങിയതാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു തക്കാളിയും ഒരു ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെറുതെ അതിലിട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് തട്ടിയെടുത്താൽ മതി, വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉള്ളിയുണ്ട്, ഒരു തക്കാളി, ഇച്ചിരി കരിവേപ്പിൻ്റെ അരി കേട്ടോ. പിന്നെ ചപ്പ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലതില്ല, അപ്പോൾ കരിവേപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. തക്കാളി ഉള്ളി ഇട്ടൊന്ന് വെറുതെ ഒന്ന് നമുക്ക് തട്ടി കൊണ്ട് എടുത്താൽ മതി, വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതങ്ങനെ കടിച്ച്. പിന്നെ പുളീൻ്റെ ആവശ്യം വേണമെന്നുള്ളവർക്ക് ചെറുനാരങ്ങ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയായ സീക്കോൺ നമ്മൾ മസാല സീക്കോണാക്കി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, തിന്നാൻ നല്ല ടേസ്റ്റ് ആയിട്ട്. അത് നമ്മൾ ഹൈലൈറ്റിലും ലുലുവിലും ഒക്കെ പോയാൽ ഞങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കിയതാണ് കേട്ടോ. അതേപോലെ
മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ സീക്കോൺ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഷെയർ വളരെ കുറവാണ്. എല്ലാവരും ഞങ്ങളൊന്ന് പരിഗണിക്കണം. എന്നാൽ പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.